അവർക്ക് കാണണം എന്നുള്ള ഒരു ആവശ്യപ്രകാരമാണ് അങ്ങനെ പോയിരിക്കുന്നത്. കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് കൊണ്ടുപോകുന്നതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ചിതയിലേക്ക് അഗ്നി പകരും. കുഞ്ഞിന്റെ കരച്ചിൽ നമുക്ക് ദൂരെ നിന്ന് തന്നെ കേൾക്കാനാവുന്നുണ്ട്. അവൻ രാവിലെ മുതൽ ഇങ്ങനെ അലറിക്കരയുന്ന ഒരു സാഹചര്യമാണ്. മൃതദേഹം എത്തിയപ്പോഴേക്കും അവന്റെ കരച്ചിൽ വല്ലാതെ കൂടി. സ്വാഭാവികമായും അവന് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ കൂടിയും എന്തൊക്കെയോ വല്ലാതെ ആളുകൾ വരുന്നു, അച്ഛന്റെ ഫോട്ടോ കാണുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് മാത്രമായിരിക്കും ആ പിഞ്ചു കുഞ്ഞിന് അറിയാൻ കഴിയുന്നുണ്ടാവുക. ഏതായാലും ചിതയ്ക്ക് തീ കൊളുത്തുന്ന സമയത്ത് സിനോജ് അത് പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. ചിതയ്ക്ക് തീ കൊളുത്താൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കിവിടെ ഇപ്പോൾ കാണാൻ കഴിയില്ല. ഏതായാലും അർജുന്റെ മകൻ ഇപ്പോൾ ഈ ചിതയ്ക്കരികിലേക്ക് എത്തിയിട്ടുണ്ട്. അവൻ വല്ലാതെ കരയുന്നുണ്ട്. അർജുന്റെ അർദ്ധ സഹോദരന്മാരൊക്കെ അവനെ എടുത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല എന്ന് വേണം പറയാൻ. അവൻ വാശി പിടിച്ച് കരയുകയാണ്.